മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഇന്ന് നിർണായകം. രാഹുലിന്റെ ജാമ്യാപേക്ഷ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും അന്വേഷണം പാതി വഴിയിലാണെന്നും പ്രോസിക്യൂഷന്റെ വാദം. അന്വേഷണ പുരോഗതി സംബന്ധിച്ച കേസ് ഡയറി കോടതിയുടെ പരിഗണനയ്ക്ക് വരും. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരത്തെ രാഹുലിന്റെ അഭിഭാഷകനും പ്രോസിക്യൂഷനൊക്കെ ഉന്നയിച്ച ശക്തമായ വാദങ്ങൾ നമ്മൾ കേട്ടതാണ്. അതിന് മുകളിൽ വാദങ്ങൾ ഇരുപക്ഷത്തിനും പറയാനുണ്ടോ കോടതിയിൽ? അശ്വിൻ. ഹാഷ്മി കൃഷ്ണ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാഹുലിനെ സംബന്ധിച്ച് നിർണായകമാണ്. കഴിഞ്ഞ 11-നാണ് രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് റിമാൻഡിലാകുന്നത്. കോട്ടയം സ്വദേശിനിയായ യുവതിയെ തിരുവല്ലയിലെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തു എന്നതായിരുന്നു രാഹുലിനെതിരായ മൂന്നാം പരാതി. ആ പരാതിയിൽ 11-ാം തീയതി റിമാൻഡിലാകുന്നു. അതിനുശേഷം തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയെ ജാമ്യം തേടി രാഹുൽ സമീപിച്ചു. പക്ഷേ ഫലം കനത്ത തിരിച്ചടിയായിരുന്നു. ജാമ്യ ഉത്തരവിലടക്കം രാഹുലിനെതിരെ അതിരൂക്ഷ വിമർശനവും കണ്ടെത്തലുകളുമാണ് കോടതി അന്ന് നടത്തിയിരുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷയുമായി രാഹുൽ എത്തുമ്പോൾ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുണ്ടായ ജാമ്യ ഉത്തരവ് രാഹുലിന് വീണ്ടും തിരിച്ചടിയാകും എന്നുള്ളതാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം അത്രത്തോളം നിരീക്ഷണത്തിലേക്കടക്കം ആ കോടതി നീങ്ങുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് പോലീസ് റിപ്പോർട്ട് ഇതുമായി സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ഇതുവരെയുള്ള അന്വേഷണ കാലയളവിൽ രാഹുൽ ഒരു തരത്തിലും അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം പ്രധാനമായി പറയുന്നത്. ഏറ്റവും പ്രധാനമായി തെളിവുകളടങ്ങുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അടക്കം ഇന്നേ വരെ രാഹുൽ പോലീസിന് നൽകിയിട്ടില്ല. അത് എവിടെയാണ് എന്നുള്ള സൂചന പോലും നൽകിയിട്ടില്ല. അതിനും അപ്പുറത്തേക്ക് ഇന്ന് രാഹുലിന് തിരിച്ചടിയാകുന്നത് കഴിഞ്ഞ ദിവസം 1-ാം കേസിലെ അതിജീവിത ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ സത്യവാങ്മൂലവും രാഹുലിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗർഭിണിയായി ആക്കിയ ശേഷവും അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അതിജീവിത സത്യവാങ്മൂലത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ രാഹുലിനെതിരായ കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ തുറന്നു പറച്ചിലുകളൊക്കെ ഈ സത്യവാങ്മൂലത്തിലുണ്ട്. ഇതെല്ലാം ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വരികയാണ്. പ്രോസിക്യൂഷൻ ഇതെല്ലാം കോടതിയെ അറിയിക്കും. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി പത്തനംതിട്ട സെഷൻസ് കോടതി ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും. അതോടുകൂടി എന്താണ് രാഹുലിന്റെ ഭാവി എന്ന കാര്യത്തിൽ വ്യക്തത വരും. ഹാഷ്മി. ഓക്കെ, ഇന്ന് തന്നെ അതിൽ ജാമ്യ ഹർജിയിലൊക്കെ തീരുമാനം വരുമോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ കോടതിക്ക് മുമ്പാകെ എത്താൻ പോകുന്ന പുതിയ വാദങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം നമുക്ക് ഇന്ന് വ്യക്തമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.